വിവോയുടെ വിവോ Y30 എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫോൺ വരുന്നത് 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y30 എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം, വിവോ Y30 ഓഫ്ലൈൻ ഫോണാണ്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 9 പ്രോ, റിയൽമി 6 ഇതുപോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഓൺലൈൻ ഫോണുകളാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ആ ഫോണുകളായിട്ട് ഈ ഫോണിനെ നമ്മൾ അധികം കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ് M21 എന്ന ഫോൺ വരുന്നുണ്ട്. അപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ M21 എന്നുള്ള ഫോണായിട്ട് നമ്മൾ ഈ ഫോണിനെ കമ്പയർ ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ വിവോ Y30 വരുന്നത് 6.4 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. IPS LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷൻ മാത്രമേ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഒരു നെഗറ്റീവ് തന്നെയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന കുറേ ഫോണുകൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സാംസങ് M21 എന്ന ഫോണിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ ഫോണിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല ആ ഫോണിൽ LCD ഡിസ്പ്ലേ അല്ല വരുന്നത്, AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഇതിനേക്കാളൊക്കെ വളരെ മികച്ചൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ആ ഫോണിൽ നമുക്ക് ലഭിക്കും. പിന്നെ ആ ഫോണിൻ്റെ വില ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് പറയുമ്പം ഇപ്പോൾ ആ ഫോൺ നമുക്ക് 14,000 രൂപയ്ക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഫോണിനേക്കാളും ഒരു 1,000 രൂപ കുറവാണ് ആ ഫോണിന്. എന്നാലും നമുക്ക് അതിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയും ലഭിക്കുന്നുണ്ട്. 19.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്ക് ഒരു പഞ്ചോൾ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഏകദേശം 90.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. ഫോണിൻ്റെ ബാക്കിൽ ഒരു പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ക്യാമറ മോഡ്യൂൾ വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 197 ഗ്രാമാണ്. പിന്നെ ഈ ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 9.11 mm ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഡിസൈൻ സെക്ഷനെ പറ്റിയിട്ട് നമ്മൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഡിസൈൻ ഈ ഫോണിൽ വരുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ നമുക്ക് ലഭിക്കും. പിന്നെ രണ്ടാമത്തെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ അതായത് പ്രോസസ്സർ, മീഡിയാടെക്കിൻ്റെ ഹീലിയോ P35 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര നല്ലൊരു പ്രോസസ്സർ അല്ല. നിങ്ങളൊരു നോർമൽ യൂസറൊക്കെ ആണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത ഒരു പെർഫോമൻസ് കിട്ടും. സാധാരണ ഈ ഒരു പ്രോസസ്സർ നമ്മൾ കാണാറ് 7,000-8,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന ഫോണുകളിലാണ്. ഇപ്പം 9,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് വരുന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽമി 6 അതുപോലെ തന്നെ റെഡ്മി നോട്ട് 9 പ്രോ പോലുള്ള ഓൺലൈൻ ഫോണുകൾ നോക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ കമ്പയർ ചെയ്ത സാംസങ് M21 എന്ന ഫോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ Exynos 9611 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. ആ ഒരു പ്രോസസ്സർ ഹീലിയോ P35 എന്നുള്ള പ്രോസസ്സറിനേക്കാളും കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സറാണ്. ആ ഒരു പ്രോസസ്സർ വെച്ചിട്ട് നമുക്ക് PUBG ഒക്കെ HDR സെറ്റിംഗ്സിൽ കളിക്കാൻ പറ്റും. ഹീലിയോ P35 PUBG HDR സെറ്റിംഗ്സും സപ്പോർട്ട് ചെയ്യില്ല. മീഡിയം സെറ്റിംഗ്സിൽ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പുറത്ത് ഷോപ്പിൽ നിന്നാണ് ഫോൺ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന സാംസങ് M21 ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ മാത്രമല്ല ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ആകെ ഒരു വേരിയൻ്റേ വരുന്നുള്ളൂ. അതിൽ 4 GB RAM ആണ് വരുന്നത്. 128 GB ഇന്റേണലും വരുന്നുണ്ട്. പിന്നെ eMMC 5.1 സ്റ്റോറേജ് ടൈപ്പാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിലൊക്കെ UFS 2.1 സ്റ്റോറേജ് ടൈപ്പ് ലഭിക്കുന്നുണ്ട്. ഇപ്പം വിവോയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ വിവോ U20 എന്നുള്ള ഫോൺ ഇതിനേക്കാളൊക്കെ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറും അതുപോലെ തന്നെ UFS 2.1 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫോണിൻ്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് മൾട്ടി ടെർബോ 3.0 എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗെയിമിംഗ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അൾട്രാ ഗെയിം മോഡ് എന്നുള്ള ഒരു മോഡും കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ Android 10 ബേസ് ചെയ്തിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് വരുന്നുണ്ട്. 13 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ f2.05 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സാംസങ് M21 എന്ന ഫോണിൻ്റെ പിന്നിൽ 48 മെഗാപിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 20 മെഗാപിക്സലിലെ സെൽഫി ക്യാമറയുമാണ് വരുന്നത്. ജസ്റ്റ് മെഗാപിക്സൽ മാത്രം നോക്കണ്ട, നിങ്ങൾ പുറത്ത് ഷോപ്പിൽ നിന്ന് ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഫോണുകളുടെയും ക്യാമറ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഫോൺ സെലക്ട് ചെയ്യുക.
ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. പിന്നെ ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പം 15000 രൂപ പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു നെഗറ്റീവ് തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ 10 വാട്ടിൻ്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞ സാംസങ് M21 കാര്യം എടുക്കുകയാണെങ്കിൽ ആ ഫോണിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള 6000 mAh ബാറ്ററി വരുന്നുണ്ട്. പിന്നെ 15 വാട്ടിൻ്റെതാണെങ്കിലും ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് 14,990 രൂപയാണ്. ഈ ഫോണിൻ്റെ വില കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഓഫ്ലൈൻ ഫോണാണ്. ആ പുറത്ത് ഷോപ്പുകളിൽ നിന്ന് നമുക്ക് ഈ ഫോൺ മേടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ഈ ഫോൺ നമുക്ക് ലഭിക്കും. പിന്നെ ഇപ്പം ബോയ്ക്കോട്ട് ചൈനീസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും അതുപോലെ തന്നെ ഗെയിമിംഗ് ഒക്കെ തരുന്ന ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ചൈനീസ് ഫോണുകളെ ഓപ്ഷനിൽ ഉണ്ടാവുള്ളൂ. നോൺ ചൈനീസ് ഫോണുകളിൽ അത്ര നല്ലൊരു പെർഫോമൻസ് ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല. ആ ഒരു കണ്ടീഷനിലൊക്കെ നിങ്ങൾ ഒരു ചൈനീസ് പ്രോഡക്റ്റുകൾ എടുത്തുകൊണ്ട് അത്ര വലിയ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഫോണിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം അങ്ങനെയല്ല. ഈ ഒരു ഫോണിനേക്കാളും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള നോൺ ചൈനീസ് സ്മാർട്ട് ഫോണുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ബോയ്ക്കോട്ട് ചൈനീസ് പ്രോഡക്റ്റ് എന്നുള്ളതിൻ്റെ ഭാഗമാകാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ ഒരു ബോയ്ക്കോട്ട് ചൈനീസ് പ്രോഡക്റ്റ് എന്നുള്ള കാര്യം മാറ്റി നിർത്തുകയാണെങ്കിൽ തന്നെ സാംസങ് M21 നമുക്ക് ഈ ഫോണിനേക്കാളും വളരെ നല്ലൊരു ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്, നല്ലൊരു പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്, നല്ല ബാറ്ററി ലഭിക്കുന്നുണ്ട്. പിന്നെ M21 ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും സാംസങ് M21 ആണ് ബെറ്റർ. അതുമാത്രമല്ല സാംസങ് M21 വിലയും കുറച്ച് കുറവാണ്. പിന്നെ നിങ്ങൾക്ക് വിവോയുടെ തന്നെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ 12,700 രൂപയ്ക്ക് വിവോ U20 എന്നുള്ള ഫോൺ ലഭിക്കുന്നുണ്ട്. ആ ഒരു ഫോണിൽ ഈ ഫോണിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്, ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്, പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വിലയും കുറവാണ്. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.